الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت الحليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين صدق الله العلي العظيم ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടു പടച്ചറപ്പിന്റെ വിധിവിലക്കുകൾക്ക് ജീവിത ഇടപാടുകളെ മുഴുവനും വിധേയപ്പെടുത്തിയും തഖ്വയോടുകൂടി അവസാന നിമിഷം വരെ നിലനിന്നു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളേവരെയും ഓർമ്മിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇന്ന് ദുൽഹജ്ജ് മാസം 4-ാം തീയതി വെള്ളിയാഴ്ചയാണ്. രണ്ട് ശ്രേഷ്ഠതകൾ ഒരുമിക്കുന്ന ഒരു പകലിലാണ് അള്ളാഹുവിന്റെ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതിലൊന്ന് ജുമുഅ ദിവസത്തിന്റെ ശ്രേഷ്ഠത തന്നെയാണ്. ഒരാഴ്ചയിലെ 7 ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനമാണ് വെള്ളിയാഴ്ച ദിവസം. ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ, നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ദിവസങ്ങളിൽ ഏറ്റവും അഫ്ളലായ ദിവസം അത് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമാണ്. നമ്മുടെ ആയുസ്സിനെ ഹസനാത്തുകൾ കൊണ്ട് സമ്പന്നമാക്കാൻ സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സവിശേഷമായ കുറെ സന്ദർഭങ്ങളുണ്ടല്ലോ. വർഷത്തിലൊരു റമദാൻ അത്തരം സന്ദർഭങ്ങളിൽ ഒന്നാണ്. ശഹ്റുൽ മുബാറക്കാണ്, അത് അനുഗ്രഹീതമായ മാസമാണ്. അതുപോലെ തന്നെ ആഴ്ചയിലൊരു വെള്ളിയാഴ്ച യൗമുൽ ജുമുഅ, അത് അഫ്ളലുൽ അയ്യാമാണ്, ശ്രേഷ്ഠമായ ദിവസമാണ്. ആ ശ്രേഷ്ഠതയോടൊപ്പം ഇന്നത്തെ ദിവസത്തിനുള്ള മറ്റൊരു പ്രത്യേകത, ദുൽഹജ്ജ് ആദ്യ 10 ദിവസങ്ങളിൽ പെടുന്ന ദിവസം കൂടിയാണ് ഇന്നത്തെ പകൽ എന്നതാണ്. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 പകലുകൾ എന്നത് പടച്ചവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയങ്കരമായ ദിനങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അഫ്ളലുൽ അയ്യാമി ദുനിയ, അഫ്ളലു അയ്യാമി ദുനിയ, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ പകലുകൾ, സത്യവിശ്വാസികൾ ചെയ്യുന്ന അമലുകളിൽ, കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട, റബ്ബിന് ഏറ്റവും ഇഷ്ടകരമായ ദിനങ്ങളാണ്, കർമ്മങ്ങളാണ് ഈ 10 പകലുകളിലെ അമലുകൾ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹ് ഫീഹാ അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാം, യഅനി അയ്യാമുൽ അശ്ർ. ദുൽഹജ്ജ് ആദ്യ 10 ദിവസങ്ങളിലെ അമലുകളെക്കാൾ പടച്ചവന് പ്രിയങ്കരമായ അമലുകൾക്ക് ശ്രേഷ്ഠകരമായ മറ്റു പകലുകൾ വേറെയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കടന്നു പോകുന്ന ഈ ദിവസങ്ങളെ സംബന്ധിച്ചുള്ള, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങളെ സംബന്ധിച്ചുള്ള അതിന്റെ ശ്രേഷ്ഠതകളെ കുറിക്കുന്ന പല പരാമർശങ്ങളും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് അഫ്ളലുൽ അയ്യാം എന്ന് തന്നെയാണ്, ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസങ്ങൾ എന്നതാണ്. മറ്റൊന്ന് അഹബ്ബു ഇലല്ലാഹ്, പടച്ചവന് ഏറ്റവും ഇഷ്ടകരമായ ദിവസങ്ങൾ. മറ്റൊന്ന് അഅ്ളമു അജ്റ എന്നതാണ്, പ്രതിഫലം ഏറെ ലഭിക്കുന്ന, ശ്രേഷ്ഠമായ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ദിനങ്ങൾ. നമുക്കറിയാം, രാവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് റമദാനിന്റെ അവസാന 10-ലാണെങ്കിൽ പകലുകളിൽ പടച്ചവന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്നത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 പകലുകളാണ്. റമദാനിലെ അവസാന രാവുകൾ കൂടുതൽ ശ്രേഷ്ഠകരമാകാനുള്ള കാരണം വഫീഹ ലൈലത്തുൽ ഖൈറു മിൻ അൽഫി ശഹർ, പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത രാവ് അഥവാ 1000 മാസങ്ങളെക്കാൾ മഹത്തരമായ ലൈലത്തുൽ ഖദർ ആ അവസാന 10-ൽ-1 എന്നതുകൊണ്ടാണ്. എന്നാൽ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 പകലുകൾ എന്തുകൊണ്ടാണ് ഇത്രയും പുണ്യകരമാകാൻ കാരണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് കാരണമായി കൊണ്ട് പറയുന്നത്, ഇസ്ലാമിലെ നെടുന്തൂണുകളായ പല വിവാദത്തുകളും ഈ 10 ദിവസങ്ങളിൽ ഒന്നിച്ചു വരുന്നു എന്നുള്ളതാണ്. ഹദീസ് ശാസ്ത്രത്തിലെ അഗ്രഗണ്യനായ അത്യുജ്വല വ്യക്തിത്വമായ ഇമാം ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരി എന്ന ഗ്രന്ഥത്തിൽ ആ കാര്യം അടിവരയിട്ടുകൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദാത്തു ഫീഹി, ഇസ്ലാമിലെ പല ഇബാദത്തുകളുടെയും ഒരു ഒരുമിച്ചു കൂടൽ ആ 10 ദിവസങ്ങളിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. വഹിയ അസ്വല, അതിൽ നമസ്കാരമുണ്ട്, വസിയാം, നോമ്പുണ്ട്, ദുൽഹജ്ജ് 1 മുതൽ 9 വരെ. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ അറഫ നോമ്പും ഈ 10 ദിവസങ്ങളിലാണുള്ളത്. സദഖയുണ്ട്, സാമ്പത്തിക ത്യാഗമുണ്ട്. അതുപോലെ തന്നെ ദുൽഹജ്ജ് 10 യൗമുൻ നഹർ, ബലിദിനം എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്ന് വിശ്വാസികളുടെ ആഗോള വാർഷിക മഹാസംഗമമായ പരിശുദ്ധ ഹജ്ജ് കർമ്മമാണ്. ഹറമും അതിന്റെ പരിസര പ്രദേശങ്ങളും ഒക്കെ ആ മഹാസംഗമത്തിന് വേണ്ടി ഒരുങ്ങി കഴിഞ്ഞ സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ മറ്റൊരു സന്ദർഭത്തിലും ഇത്രയും ഇബാദത്തുകൾ ഒരുമിച്ച് വരുന്നത് നമുക്ക് കാണുവാൻ സാധ്യമല്ല. മാത്രമല്ല, ഒരു വർഷത്തെ ദിവസങ്ങളിൽ, ഒരു വർഷത്തെ 365 ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ യൗമു അറഫ, ദുൽഹജ്ജ് 9-നാണ്. മാ മിൻ അയ്യാമിൻ അഫ്ദലു ഇൻദല്ലാഹി കയൗമി അറഫ, അറഫ ദിവസത്തെക്കാളും അല്ലാഹുവിന്റെ അടുത്ത് ശ്രേഷ്ഠമായ മറ്റൊരു ദിവസവുമില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളുടെ ഈ പ്രാധാന്യം, അതിന്റെ ഗൗരവവും മുസ്ലിം സമുദായം വേണ്ട വിധം ഇനിയും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമദാനിന്റെ കാര്യത്തിൽ സമുദായത്തിന് നല്ല ജാഗ്രതയുണ്ട്. അതിന്റെ ദിവസങ്ങളിൽ സമയവിനിയോഗത്തിൽ നന്നായി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. റമദാനിൽ അനാവശ്യ കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കാൻ നമ്മൾ ജാഗ്രത പുലർത്താറുണ്ട്. മാത്രവുമല്ല, പള്ളികളിൽ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നിടത്തും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനുമായുള്ള ഇടപഴകലുകളിലും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലുമൊക്കെ സമുദായം ശ്രദ്ധിക്കുന്നതാണ് റമദാനിൽ. എന്നാൽ ഈ കരുതലും ജാഗ്രതയും ഒന്നും പലപ്പോഴും ദുൽഹജ്ജിലെ ആദ്യ 10 ദിവസങ്ങളുടെ കാര്യത്തിൽ സമുദായത്തിൽ നമുക്ക് കാണാൻ കഴിയാറില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ,
ഈ 10 ദിവസങ്ങളുടെ ശ്രേഷ്ഠതയും പ്രാധാന്യവും വേണ്ട വിധം സമുദായത്തിൽ ഇനിയും മനസ്സിലാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മളത് മനസ്സിലാക്കുകയും പറഞ്ഞു കൊടുക്കുകയും വേണം. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഹസനാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആഖിറത്തിലേക്കുള്ള സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ നമ്മുടെ ആയുസ്സിൽ ഇത്രയും അനുകൂലമായ ഒരു അവസരം ലഭിച്ചിട്ട് അത് പ്രയോജനപ്പെടുത്താതിരിക്കുക എന്ന് പറയുന്നത് വലിയ നഷ്ടമാണ്. മഹാന്മാരായ സഹാബികൾ ഈ ദിവസങ്ങൾ അമലുകളാൽ സമ്പന്നമാക്കുന്നതിൽ ഏറെ ജാഗ്രത പുലർത്തിയിരുന്നു എന്നാണ്. പുണ്യകരമായ ഈ പകലുകളിൽ നിങ്ങൾ തഹ്മീദുകളും തക്ബീറുകളും തഹ്ലീലുകളും നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന്. അതിൽ മാത്രം പരിമിതമല്ല, സാധ്യമാകുന്ന സകല സൽക്കർമ്മങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തഖർറുബ്, പടച്ചവന്റെ സാമീപ്യം നേടിയെടുക്കാൻ ഏറ്റവും അനുകൂലമായ സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അതോടൊപ്പം ഈ ദുൽഹജ്ജ് മാസത്തിൽ സത്യവിശ്വാസികളോട് നിർവഹിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട മഹത്തായ ഒരു കർമ്മമാണ് ഉദ്ഹിയ്യത്ത് അഥവാ ബലികർമ്മം എന്ന കാര്യം പ്രത്യേകമായി ഓർമ്മിക്കുകയാണ്. ഉദ്ഹിയ്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിക ശരീഅത്ത് നൽകിയിട്ടുള്ള അതിന്റെ പ്രാധാന്യം, അതേ ഗൗരവത്തിൽ കേരളീയ മുസ്ലിം സമുദായത്തിൽ ഇനിയും മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട്. ശറഇൽ നിർദ്ദേശിക്കപ്പെട്ട നിശ്ചയിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്തായിട്ടാണ് പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഉദ്ഹിയ്യത്ത് വാജിബാണോ സുന്നത്താണോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറെ പ്രബലമായ അഭിപ്രായമായി നമ്മൾ കാണുന്നത് ഉദ്ഹിയ്യത്ത് വളരെ ശക്തമായ സുന്നത്താണ്, അഥവാ സുന്നത്തുൽ മുഅക്കദ, വളരെ പ്രബലമായ വളരെ ശക്തമായ സുന്നത്താണ് എന്നാണ്. എന്നാൽ അതേസമയം വിശ്വാസികളുടെ ഒരു നാട്ടിൽ അത് നിർവഹിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ എല്ലാവരും അതിൽ കുറ്റക്കാരാവും എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരും മുസ്ലിം ലോകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ബലി അഥവാ ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിക ശരീഅത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഷിആറാണ്, ഒരു പ്രധാനപ്പെട്ട അടയാളമാണ്. ദീനിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് മഹത്തായ ഉദ്ഹിയ്യത്ത് കർമ്മം എന്ന് പറയുന്നത്. ആ അടയാളം വിശ്വാസികളുടെ ഒരു നാട്ടിൽ ഒട്ടും കാണപ്പെടാത്ത സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. എന്നല്ല, സാമ്പത്തിക ശേഷിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഉദ്ഹിയ്യത്ത് കർമ്മം വാജിബാണെന്ന് വാദിക്കുന്ന പണ്ഡിതന്മാരുമുണ്ട്. അതിന് തെളിവായിക്കൊണ്ട് അവർ പറയുന്നത് പ്രബലമായ ഒരു പ്രവാചക വചനമാണ്. മൻ കാന ലഹു സഅ ഫലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാന. ഉദ്ഹിയ്യത്ത് നിർവഹിക്കാൻ ഒരാൾക്ക് കഴിവുണ്ടായിട്ടും അത് ഒരാൾ ചെയ്യാതെ ഇരിക്കുന്നവൻ നമ്മുടെ നമസ്കാര സ്ഥലത്തേക്ക് അടുക്കേണ്ടതില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ സാമ്പത്തിക ശേഷി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ബലി വാജിബാണ് എന്ന് സമർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ, ഹജ്ജുമായി ബന്ധപ്പെട്ട് വന്ന ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, ആ ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത് ഉദ്ഹിയ്യത്തിനെ കുറിച്ചാണ് എന്ന് കാണാൻ സാധിക്കും. ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരുപാട് കർമ്മങ്ങളുണ്ടല്ലോ, 3-4 ദിവസങ്ങളിലായിട്ട്. ആ കർമ്മങ്ങളിൽ ബലികർമ്മത്തെ കുറിച്ച് പറഞ്ഞതുപോലെ അത്രയധികം മറ്റൊന്നിനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജ് എന്നാണ് ആ സൂറത്തിന്റെ പേര് തന്നെ. ആ ഹജ്ജ് എന്ന സൂറത്തിൽ 27 മുതൽ 37 വരെയുള്ള 11 ആയത്തുകൾ പരിശോധിച്ചാൽ ഒരു തഫ്സീറിന്റെയും സഹായമില്ലാതെ ആർക്കും ബോധ്യപ്പെടും വിധമുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ജനങ്ങൾക്ക് ഹജ്ജ് വിളംബരം ചെയ്യുക. അപ്പോൾ ദൂര ദിക്കുകളിൽ നിന്നൊക്കെയും കാൽനടയായും ഒട്ടകങ്ങളിൽ യാത്ര ചെയ്യും അവർ താങ്കളുടെ അടുക്കൽ എത്തിച്ചേരുന്നതാണ്. ഒരുപാട് പ്രയോജനകരമായ കാര്യങ്ങൾ, ഒട്ടേറെ ഉപകാരപ്രദമായ കാര്യങ്ങൾ അനുഭവിക്കാൻ, കേവലം ആഖിറത്തിലേക്കുള്ള പ്രയോജനങ്ങൾ മാത്രമല്ല, മൻഫഅത്തും ഫിദ് ദുനിയ വൽ ആഖിറയാണ്. ദുനിയവിയും ഉഖ്റവിയുമായ ഒരുപാട് പ്രയോജനങ്ങൾ അവിടെയുണ്ട്. വദ്കുറുസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങളിൽ അല്ലാഹുവിനെ ഓർക്കാൻ. അലാമാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അല്ലാഹു അവർക്ക് നൽകിയിട്ടുള്ള കന്നുകാലികളിൽ നമ്മൾ ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഹജ്ജ് ദിവസങ്ങളിൽ ഓർമ്മിക്കാൻ വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്ന നിഅമത്ത്
നിങ്ങൾക്ക് അള്ളാഹു അധീനപ്പെടുത്തി തന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, അത്രയൊന്നും ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ ബീഫ് ബിരിയാണിയും മട്ടൻ മന്തിയും അതുപോലെ തന്നെ ബീഫ് ചില്ലിയും മട്ടൻ കുറുമയും അതുപോലെ തന്നെ അതിന് പുറമെ റോസ്റ്റും ഗ്രില്ലും ഇതൊക്കെ യഥേഷ്ടം കഴിക്കുമ്പോ ഇതൊക്കെ നമുക്ക് ലഭ്യമാക്കി തന്ന പടച്ചവനെ കുറിച്ച് ഓർക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ചാൽ എത്ര വലിയ പ്രയോജനങ്ങളാണ്, എത്ര വലിയ അനുഗ്രഹങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അധീനപ്പെടുത്തി തന്ന ഈ കന്നുകാലികളിൽ നിന്ന് മനുഷ്യന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാലികളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പാലും ഇറച്ചിയും മാത്രമല്ലല്ലോ, അതിന്റെ എല്ലുകളും അതിന്റെ തോലും എന്നല്ല കാഷ്ടം പോലും അല്ലെ. നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു ചെടി നന്നായി വളരുന്നിടത്ത്, അങ്ങനെ ഒരു ചെടി നന്നായി വളരുന്നിടത്ത് പോലും കന്നുകാലികളുടെ എല്ലും കാഷ്ടവും പങ്കുവഹിക്കുന്നുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ നിശ്ചയമായും നാൽക്കാലികളിൽ നിങ്ങൾക്ക് വലിയ പാഠമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ 21-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 23-ാമത്തെ ആയത്തിൽ പടച്ചുറപ്പ്. നാഥനോടുള്ള നന്ദിബോധം വർദ്ധിക്കണമെന്നതാണ് പ്രധാനം. ഹജ്ജ് കർമ്മങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നിടത്ത് വഴിയുമായി ബന്ധപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക, ഞെരുക്കമുള്ള ആവശ്യക്കാരെയൊക്കെ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. ജാഹിലിയ്യ കാലഘട്ടത്തിലും ബലി ഉണ്ടായിരുന്നതാണ്. അങ്ങനെ ബലിയെറുക്കുമ്പോ ബലിമാംസത്തിന്റെ മാംസം സ്വയം, ബലിമൃഗത്തിന്റെ മാംസം സ്വയം ഭക്ഷിക്കുന്നത് വിലക്കപ്പെട്ടതായി കണ്ടിരുന്നു ജാഹിലിയ്യ കാലത്ത്. ആ ഒരു കാഴ്ചപ്പാടിൽ ഒരു തിരുത്തൽ നൽകിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫകുലൂ മിൻഹാ, നിങ്ങൾക്കതിൽ നിന്ന് ഭക്ഷിക്കാവുന്നതാണ്. 1/3 ഭാഗം വരെ ആ അറുക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിന്റെ അഹിലുകാർക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പിന്നെ ഭക്ഷിക്കാമെന്നാണ് ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. മാത്രവുമല്ല എന്നാണ് ബലിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യത്തെ നിർണ്ണയിക്കുകയാണ്. രണ്ട് ആയത്തുകൾ സൂറത്ത് ഹജ്ജിലെ 2 ആയത്തുകളിൽ ഈ കാര്യം പറയുന്നുണ്ട്. ഒരിടത്ത് എന്ന് പറയുന്നുണ്ടെങ്കിൽ മറ്റൊരിടത്ത് 36-ാം ആയത്തിൽ അല്ലാഹു പറയുന്നത് എന്നാണ്. ഒരിടത്ത് ഞെരുക്കമുള്ള ആളുകളെ, പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നിങ്ങൾ അത് ഭക്ഷിക്കുക, മറ്റൊരിടത്ത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയുന്നവരെയും ഭക്ഷിക്കുക, അതുപോലെ തന്നെ ഇല്ലായ്മ തുറന്നു പറയുന്നവർക്കും നിങ്ങൾ അത് നൽകിക്കൊള്ളുക. പ്രിയമുള്ളവരെ, ഒരു സമൂഹത്തിന്റെ പട്ടിണിക്ക് പരിഹാരം കാണുക എന്നത് ദീനുൽ ഇസ്ലാം വളരെ പ്രാധാന്യപൂർവ്വം പരിഗണിക്കുന്നതാണ്. മനുഷ്യൻ നല്ല ആബിദുകളാകുന്നിടത്തും അവരുടെ ദാരിദ്ര്യം മാറണം എന്നതൊരു കാഴ്ചപ്പാടാണ് അല്ലെ. മനുഷ്യരോട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ആവശ്യപ്പെടുന്ന സൂറത്തുൽ ഖുറൈശ് എന്ന് ആരംഭിക്കുന്ന അധ്യായത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, പടച്ചവന് ഇബാദത്ത് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോ ഈ കഅബയുടെ നാഥന് നിങ്ങൾ കീഴ്പ്പെടണം, അല്ലദീ അത്അമഹും മിൻ ജൂ, വിശപ്പിൽ നിന്നും നിങ്ങൾക്ക് അന്നം നൽകിയ നാഥൻ എന്നാണ്. വിശപ്പിൽ നിന്ന് നിങ്ങൾക്ക് ആഹാരം നൽകിയ അള്ളാഹുവിന് നിങ്ങൾ കീഴ്പ്പെടണം എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ദീനുൽ ഇസ്ലാം അതിന്റെ 2 ആഘോഷങ്ങളിലും മനുഷ്യന്റെ ആഹാരത്തിന് സംവിധാനം ഒരുക്കിയത് യാദൃശ്ചികമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈദുൽ ഫിത്തർ നമുക്കറിയാം. ഈദുൽ ഫിത്തർ നമ്മൾ ആഘോഷിക്കുന്നത് ഫിത്തർ സക്കാത്ത് നൽകിയതിനു ശേഷമാണ് എന്നല്ല. ഈദുൽ ഫിത്തറുമായി ബന്ധപ്പെട്ട് ആ പെരുന്നാളുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്ക് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള ഏക കർമ്മം എന്ന് പറയുന്നത് ഫിത്തർ സക്കാത്താണ് അല്ലെ. മറ്റൊന്ന് ഈദുൽ അദ്ഹയാണ്, വലിയ പെരുന്നാളാണ്. നമസ്കാരം കഴിഞ്ഞ ഉടനെ വിശ്വാസികൾക്ക് നിർവഹിക്കാനുള്ളത് ഉദ്ഹിയ്യത്താണ്, ബലിയാണ്. പലപ്പോഴും നമ്മൾ ബലി പെരുന്നാളിനെ വലിയ പെരുന്നാളാക്കുകയും അങ്ങനെ ഒന്ന് വലിയ പെരുന്നാളായപ്പോൾ മറ്റേത് ചെറിയ പെരുന്നാളാക്കുകയും ചെയ്തിട്ടുണ്ട്. പടച്ചവനോ പ്രവാചകനോ ഒന്നും എവിടെയും വലിയ പെരുന്നാൾ ചെറിയ പെരുന്നാൾ എന്നതിനെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടില്ല. ഒന്ന് ഈദുൽ അദ്ഹയാണ്, അത് ബലി പെരുന്നാളാണ്. അതങ്ങനെ പറഞ്ഞു ബലി പെരുന്നാൾ വലിയ പെരുന്നാൾ ആയതാണ്. ഈദുൽ അദ്ഹയാണ്, ഹജ്ജ് പെരുന്നാൾ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതിന്റെ ഏറ്റവും സൂക്ഷ്മമായ പ്രയോഗം ഈദുൽ അദ്ഹയാണ്. ഉദ്ഹിയ്യത്ത് നിർവഹിക്കപ്പെടുന്ന പെരുന്നാളാണ്. മറ്റൊന്ന് ഈദുൽ ഫിത്തറാണ്. അപ്പോൾ ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയുമാണ് വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുള്ള 2 ആഘോഷങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അഥവാ മാംസം ഭക്ഷിച്ചുകൊണ്ട്, അഥവാ ഈദുൽ അദ്ഹക്ക് മാംസം സ്വയം ഭക്ഷിച്ചും ദരിദ്രരെ ഭക്ഷിപ്പിച്ചും പെരുന്നാൾ ആഘോഷിക്കാനാണ് വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നബിചര്യ പരിശോധിച്ചാൽ അതായിരുന്നു പ്രവാചകന്റെ ചര്യ അല്ലെ. അതുകൊണ്ടാണ് ബലി പെരുന്നാൾ നമസ്കാരം പരമാവധി നേരത്തെയാക്കണമെന്ന് നിർദ്ദേശിച്ചത്. എന്നാൽ അതേസമയം ഈദുൽ ഫിത്തർ, ഈദുൽ ഫിത്തറിനുള്ള നമസ്കാരം
ഒരൽപ്പം താമസിച്ചാലും കുഴപ്പമില്ല. കാരണം ഫിത്ർ സക്കാത്ത് നൽകിക്കൊണ്ടാണ് ആ പെരുന്നാളിലേക്ക് വരേണ്ടത്. ആ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് അത് നൽകിയാലേ അത് ഫിത്ർ സക്കാത്തിന്റെ ആ കടമ നിർവഹിക്കുന്നതിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു സദഖയായി പരിഗണിക്കുകയുള്ളൂ. ഇവിടെ ബലിപെരുന്നാൾ നമസ്കാരം, ഈദുൽ അദ്ഹ, സ്വലാത്തുൽ ഈദ് പരമാവധി നേരത്തെ നിർവഹിച്ചുകൊണ്ട് ബലി കർമ്മം നിർവഹിക്കാൻ പോകണം എന്നുള്ളതാണ്. അപ്പൊ ഉദ്ഹിയ്യത്ത് എന്ന പേര് തന്നെ ദുഹാ നമസ്കാരത്തെ ദുഹാ നമസ്കാര സമയത്ത് നിർവഹിക്കുന്ന കർമ്മം എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട്. ശ്രേഷ്ഠ സമയം പിന്നെ 10-ാം തീയതി ദുൽഹജ്ജ് 10-ന് നമസ്കാര ശേഷമാണ്. അതേസമയം ദുൽഹജ്ജ് 13 സൂര്യാസ്തമയം വരെ ഉദ്ഹിയ്യത്ത് നിർവഹിക്കാൻ സമയമുണ്ട് എന്നതാണ് പ്രബലമായ കർമ്മശാസ്ത്രകാരന്മാരൊക്കെയും യോജിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ഇസ്ലാം നിശ്ചയിച്ച ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത് അത് കേവലം ഒരു മൃഗബലി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിലുപരി ഒരുപാട് മാനങ്ങളുള്ള, ഒരുപാട് സൽഫലങ്ങളുള്ള, അതിനേക്കാൾ അപ്പുറത്ത് പടച്ചവനോടുള്ള വിശ്വാസികളുടെ സമർപ്പണ സന്നദ്ധതയുടെ ഒരു ഉജ്ജ്വലമായ പ്രകടനം കൂടിയാണ് ഉദ്ഹിയ്യത്ത് എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതാണല്ലോ, മില്ലത്ത അബീക്കും ഇബ്രാഹിം, മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങൾ നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മില്ലത്തിന്റെ ഭാഗമാകണം. വത്തബിഉ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ, ആ മില്ലത്ത് ഇബ്രാഹിമിനെ നിങ്ങൾ വളരെ ഋജുമാനസരായി, നിഷ്കപടമായി, നിഷ്കളങ്കമായി നിങ്ങൾ ആ ഇബ്രാഹിമിന്റെ മാർഗം പിൻപറ്റണം. ആ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ത്യാഗോജ്വലമായ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ, ഏറെ മഹത്തരമായ ഒരു അധ്യായമായിരുന്നു എന്തും പടച്ചവന് വേണ്ടി സമർപ്പിക്കാനുള്ള സന്നദ്ധത എന്ന് പറയുന്നത്. അത് നാടായാലും, അത് വീടായാലും, അത് പ്രിയതമയായാലും, പിഞ്ചുകുഞ്ഞായാലും, പ്രിയപ്പെട്ട മാതാപിതാക്കളായാലും, അതൊന്നും തന്നെ പടച്ചവനേക്കാൾ തനിക്ക് പ്രിയപ്പെട്ടതല്ല എന്ന് അള്ളാഹ് നടത്തിയ സകല പരീക്ഷകളിലും തെളിയിച്ചു കാണിക്കുകയായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അതിന്റെ ഏറ്റവും തീക്ഷ്ണമായ, അതിന്റെ ഏറ്റവും അത്യുജ്വലമായ പരീക്ഷണമായിരുന്നല്ലോ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ കഴുത്ത് തന്റെ കൈകൊണ്ട് തന്നെ അറുത്തു മാറ്റാനുള്ള പടച്ചവന്റെ കൽപ്പന. പക്ഷെ അവിടെയും പകച്ചു നിൽക്കാതെ, അവിടെയും ഒരടി പുറകോട്ടടിക്കാതെ, ഇന്നി അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ എന്റെ റബ്ബിന് എന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്ന ആ മുൻ പ്രഖ്യാപനത്തെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്, അല്ലെ? അന്ന് വരെയുള്ള മനുഷ്യ ചരിത്രത്തിൽ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെയുള്ള മനുഷ്യ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു മഹാത്യാഗത്തിന്റെ പ്രതീകാത്മകമായ ഒരു ആവർത്തനമാണ് ഉലൂഹിയ്യത്തിലൂടെ ലോകത്ത് വിശ്വാസികൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ആ മനസ്സ് വളർത്തിയെടുക്കണം വിശ്വാസികൾ. ഏത് മനസ്സ് വളർത്തിയെടുക്കണം? പ്രിയപ്പെട്ടതെന്ന് നമ്മൾ കരുതുന്നത് എന്തും, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് നമ്മൾ കരുതുന്നത് എന്തും പടച്ചവന്റെ മുമ്പിൽ നിസ്സാരമാണെന്ന മനസ്സ്, പടച്ചവനും പ്രവാചകനും അള്ളാഹുവിന്റെ ദീനുമാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വിലപ്പെട്ടതും പ്രിയപ്പെട്ടതും എന്ന മനസ്സ്. അതല്ലാതെ ബലിയെറുക്കുന്ന മൃഗത്തിന്റെ രക്തവും മാംസവും ഒന്നും പടച്ചവൻ ആവശ്യമേ ഇല്ലെന്ന്. അള്ളാഹ്ക്ക് നിങ്ങൾ ഇറക്കുന്ന മൃഗത്തിന്റെ രക്തമോ മാംസമോ ഒന്നും പടച്ചവനിലേക്ക് എത്തുന്നില്ല. അള്ളാഹ് നോക്കുന്നത് അതറുക്കുന്ന മനുഷ്യന്റെ മനസ്സാണ്. അതറുക്കുന്ന മനുഷ്യന്റെ മനസ്സിലുള്ള പടച്ചവനോടുള്ള ഭയവികാരമാണ്. മനസ്സിന്റെ പിശുക്കിൽ നിന്നുള്ള മോചനം കൂടിയാണ് ബലി. മനുഷ്യന്റെ മനസ്സിന്റെ തഖ്വയാണ് പ്രധാനം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്തും പടച്ചവന് വേണ്ടി കൈയൊഴിക്കാനുള്ള ഒരു വിശ്വാസിയുടെ സന്നദ്ധതയുടെ പ്രതീകാത്മകമായ പ്രകടനമാണ് ബലി. നമ്മൾ മനസ്സിലാക്കണം. അതേസമയം മറ്റൊരുപാട് അർത്ഥതലങ്ങൾ, മറ്റൊരുപാട് ആശയങ്ങൾ, മറ്റൊരുപാട് അനന്തര ഫലങ്ങൾ അതിനുണ്ട്. അതിൽപ്പെട്ട ഒന്ന് ഇതാണ്, മനുഷ്യന്റെ ഈ പിശുക്കിൽ നിന്നുള്ള മനുഷ്യന്റെ മനസ്സിന്റെ ഒരു മോചനം, അല്ലെ? മനുഷ്യന്റെ മനസ്സിന്റെ ഒരു ഇടുക്കമുണ്ട്. എത്ര കിട്ടിയാലും മതി വരാത്ത, ഒന്നും വിട്ടുകൊടുക്കാൻ സന്നദ്ധമല്ലാത്ത, പിന്നെയും നേടിയെടുക്കാനുള്ള ഒരു ആർത്തിക്ക് പിറകെയുള്ള പരക്കം പാച്ചിൽ. ഈ മനസ്സിന്റെ ഇടുക്കത്തിൽ നിന്ന് മനുഷ്യൻ ആര് മോചിതനാകുന്നവോ അവരാണ് വിജയികളെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹശ്ർ എന്ന് പറഞ്ഞാൽ, ദുനിയാവിൽ ലഭിച്ചിട്ടുള്ളത് എന്തൊക്കെയുണ്ടോ അതൊക്കെയും റബ്ബ് നൽകിയതാണ്. എല്ലാറ്റിന്റെയും ആദ്യാവസാനമുള്ള അതോറിറ്റി അള്ളാഹുവാണ്. അവൻ നൽകിയതിൽ നിന്നാണ് തന്ന റബ്ബിനോട് നന്ദി കാണിക്കാൻ അള്ളാഹു പറയുന്നത്, അല്ലെ? ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ബലി നിർവഹിക്കുമ്പോൾ പറയുന്നത് എന്താണ്? അല്ലാഹുമ്മ മിൻക വലക്, പടച്ചവനെ നിന്നിൽ നിന്നുള്ളതാണ്, ഇത് നിന്നിലേക്ക് മടങ്ങാനുള്ളതാണ്, നിനക്ക് വേണ്ടിയാണ്. പടച്ചവനെ ഇതൊക്കെയും നിന്നിൽ നിന്നാണ്. ബലിയുമായി ബന്ധപ്പെട്ട സൂറത്ത് ഹജ്ജിലെ 36-ാം ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത്, കദാലിക സഖർനാഹാ ലക്കും ലഅല്ലക്കും തഷ്കുറൂൻ.
ഇவ்விதം ഈ മൃഗങ്ങളെ നിങ്ങൾക്ക് നാം അധീനപ്പെടുത്തി തന്നിരിക്കുന്നു, നിങ്ങൾ നന്ദി കാണിക്കേണ്ടതിന്. അഥവാ നാഥൻ നൽകിയ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് ഉദുഹിയത്ത് കർമ്മം എന്ന് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കണം. അപ്പോ ഒരുപാട് മാനങ്ങളുള്ള, ഒരുപാട് അർത്ഥതലങ്ങളുള്ള, ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന, ഒരുപാട് സൽഫലങ്ങളുള്ള ഒരു കർമ്മമാണ് മഹത്തായ ബലികർമ്മം എന്ന് നമ്മൾ അറിയണം. ഒന്നാമതായി ഹാജിമാരോട് ഐക്യദാർഢ്യപ്പെടുന്ന വിശ്വാസികൾ. ഹജ്ജ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ലോക മുസ്ലിം സമൂഹത്തിന്റെ 1/4 കോടിയോളം വരുന്ന ഈ വിശ്വാസ സംഘത്തിന്റെ പ്രതിനിധികളോട് ഐക്യദാർഢ്യപ്പെടുകയാണ് നമ്മൾ. മറ്റൊന്ന് സങ്കുചിത മനസ്സിൽ നിന്നുള്ള മോചനമാണ്. വിശുക്കിൽ നിന്ന്, കുടുസിൽ നിന്ന്. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ വിനീതരായ ദാസന്മാരുടെ സവിശേഷ സ്വഭാവങ്ങൾ വിവരിക്കുന്നിടത്ത് ഖുർആൻ അടിവരയിട്ട് പറഞ്ഞതാണ്, അവർ ചെലവഴിക്കുമ്പോ പിശുക്ക് കാണിക്കുകയില്ല, ദൂർത്തടിക്കുകയും ചെയ്യുകയില്ല. വകാന ബൈന ദാലിക ഖവാമ. അതിനിടയിലുള്ള മധ്യമ സമീപനം സ്വീകരിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ പിശുക്കും, ഒരു മനുഷ്യന്റെ മനസ്സിൽ പിശുക്കും ഈമാനും ഒരുമിച്ച് കൂടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശുക്ക് നമ്മുടെ ഹൃദയത്തെ കീഴ്പ്പെടുത്തുമ്പോ അവിടെ നിന്ന് ഈമാൻ ഒഴിഞ്ഞു പോകുമെന്ന്. പിശുക്ക് ഒരു മനുഷ്യന്റെ മനസ്സിൽ വർദ്ധിച്ചു വരുമ്പോ ഈമാൻ ആ മനസ്സിൽ നിന്ന് ദുർബലമായി പോകുന്നുവെന്ന്. അപ്പൊ പിശുക്കിൽ നിന്നുള്ള മോചനമാണ്. മൂന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇബ്രാഹിമി മില്ലത്തിൽ ഉൾപ്പെടാനുള്ള അർഹത വിശ്വാസി നേടുന്നു എന്നുള്ളതാണ്. മില്ലത്ത് അബീക്കും ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്ന മഹത്തായ ചര്യയാണ്. നാലാമതായി റബ്ബിന്റെ കൽപ്പനകളോടുള്ള അനുസരണ ബോധം. പടച്ചവന്റെ കൽപ്പനകളോടുള്ള അനുസരണ ബോധം ഇബ്രാഹിം പ്രകടിപ്പിച്ചതാണ് അല്ലേ? അസ്ലിം എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നീ ഇസ്ലാം സമർപ്പിക്കുക എന്ന് പറഞ്ഞപ്പോ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ആ സമർപ്പണ സന്നദ്ധതയെ പടച്ചവൻ സാക്ഷ്യപ്പെടുത്തുന്നത് തന്റെ മകന്റെ കഴുത്തെടുത്ത് മാറ്റാൻ വേണ്ടി കത്തി കഴുത്തിൽ വെക്കുന്ന ആ സന്ദർഭത്തിൽ ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ. അവർ രണ്ടുപേരും മുസ്ലിം ആയപ്പോൾ, അവർ രണ്ടുപേരും അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടപ്പോൾ എന്ന് പടച്ചവൻ ആ സമർപ്പണ സന്നദ്ധതയെ സാക്ഷ്യപ്പെടുത്തുന്ന രംഗം ഈ ബലിയുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള നിഅമത്തുകൾക്ക് നാഥനോട് നന്ദി പ്രകടിപ്പിക്കുക കൂടിയാണ് ഈ ബലിയിലൂടെ ചെയ്യുന്നത്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമ്മൾ ഈ കർമ്മം നിർവഹിക്കുമ്പോൾ പടച്ചവനിൽ നിന്നുള്ള അളവറ്റ പ്രതിഫലത്തിന് നമ്മൾ അർഹരായി തീരുന്നു എന്നുള്ളതാണ്. പെരുന്നാൾ ദിവസം മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ, ബലിപെരുന്നാൾ ദിവസം ദുൽഹജ്ജ് 10 മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ അള്ളാഹുവിന് ബലിയെറുക്കുന്നതിനേക്കാൾ പടച്ചവന് പ്രിയപ്പെട്ടതായി മറ്റൊന്നുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ രക്തം ഭൂമിയിൽ വീഴുന്നതിന് മുമ്പ് തന്നെ പടച്ചവങ്കൽ അത് സ്വീകരിക്കപ്പെടുന്നതാകുന്നു എന്ന്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരുപാട് തലങ്ങളുള്ള, ഒരുപാട് അർത്ഥ തലങ്ങളുള്ള, ഒരുപാട് മാനങ്ങളുള്ള ഒരു കർമ്മമാണ് ഉദൂഹിയ്യത്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാധ്യമാകുന്നവരൊക്കെയും അതിൽ പങ്കെടുക്കണം എന്ന് കൂടി പ്രത്യേകമായി ഓർമ്മിച്ചു കൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ പ്രാധാന്യക്രമങ്ങളെ, അതിന്റെ മുൻഗണനാ ക്രമങ്ങളെയൊക്കെ അതതിന്റെ സ്ഥാനത്തും പ്രാധാന്യക്രമത്തിലും മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന വിധം അതൊക്കെ പ്രയോഗവൽക്കരിക്കുവാനും അങ്ങനെ അല്ലാഹുവിന്റെ നല്ല ഇഖ്ലാസുള്ള മുഅ്മിനുകളായി ജീവിച്ച് മരിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും.